Hello and welcome to System Security class. Now we are moving to our third unit, that is Operating System Security. In this unit, we will discuss about the role of operating system in implementing system security. We will discuss protected objects, methods of protection, memory address protection using fencing, reallocation, base or bond registers, tagged architecture, segmentation, and paging. Hello again. Here in Chapter 4, we're going to be talking about protection in general purpose operating systems. The operating system is real important because that's the underlying program that provides you access to the computer and its resources. So in this chapter, we're going to really focus on three different major topics. One is the protection features provided by the general purpose operating systems. We'll be looking at how to protect memory, how to protect files, how to protect the execution environment. And then we'll go on and talk about the controlled access to objects. കമ്പ്യൂട്ടർ സിസ്റ്റം ഡെവലപ്മെന്റിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ സം സ്പെഷ്യൽ യൂട്ടിലിറ്റീസ് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റിക്ക് ആ സമയത്ത് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നത്. Then we developed സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉപയോഗിക്കുന്ന സമയത്തും കൂടുതൽ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. കാരണം അറ്റ് എ ടൈം ഒരു സിംഗിൾ യൂസർ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ലേറ്റർ ഓൺ നമ്മൾ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സിസ്റ്റം സെക്യൂരിറ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നത്. ഒരേ സമയത്ത് ഒന്നിലധികം യൂസേഴ്സിന് ഒരേ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അൺഓതറൈസ്ഡ് ആക്സസുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് പിന്നീട് ബെറ്റർ സിസ്റ്റം സെക്യൂരിറ്റീസ്. അതിനുശേഷം മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റംസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ സെക്യൂരിറ്റി റിക്വയർമെന്റ് എന്ന് പറയുന്നത് കൂടുതലായി. കാരണം അവിടെ ടൈം ഷെയറിംഗ് മോഡിലാണ് പ്രോസസ്സുകൾ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് ഡിഫറെൻറ്റ് യൂസേഴ്സിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ അറ്റ് എ ടൈം വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ സിസ്റ്റം റിസോഴ്സസിന് ഒരു പ്രോഗ്രാമിന് വേണ്ടി അസൈൻ ചെയ്തിട്ടുള്ള റിസോഴ്സസിന് മറ്റുള്ള പ്രോഗ്രാംസിന് ആക്സസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായി. സോ ടൈം ഷെയറിംഗ് മോഡ് വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സിസ്റ്റം സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇനി എന്തൊക്കെ റിസോഴ്സസ് ആണ് നിങ്ങൾക്ക് സെക്യൂർ ആക്കേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള മെമ്മറിയാണ്. മെമ്മറിയുടെ ആക്സസ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഷെയറബിൾ ആയിട്ടുള്ള IO ഡിവൈസസുകൾ ആക്സസ് ചെയ്യുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ പ്രിന്റർ പോലെയുള്ള ഡിവൈസുകളുടെ ആക്സസ് ഷെയർ ചെയ്യണം, റെസ്ട്രിക്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഒരേ സമയത്ത് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ടാകും. അതിൻ്റെതായ ഡിഫറെൻറ്റ് സബ് റൂട്ടീൻസും അവൈലബിൾ ആയിരിക്കും. ഇത്തരത്തിലുള്ള പ്രോഗ്രാം റിസോഴ്സസിനെ അൺഓതറൈസ് ആയിട്ട് ആക്സസ് ചെയ്ത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം. പിന്നെ നെറ്റ്വർക്ക്സായിട്ട് കണക്ട് ചെയ്ത സിസ്റ്റത്തിൽ ഇൻ്റർനെറ്റൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓൾ ഓവർ ദ വേൾഡ് നമ്മുടെ സിസ്റ്റത്തിൽ ആക്സസ് അപ് ടു സെർട്ടൻ ലിമിറ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പം അത്തരം സിറ്റുവേഷനിൽ നെറ്റ്വർക്ക് വഴിയുള്ള ആക്സസ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഡാറ്റ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമായിരിക്കും കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടി വരും. If you look at sort of the history of computers, the very earliest computers basically had simple operating systems. In fact, the earliest computers had no operating system. The operating system was the operator, the person that moved things around, that put the cards into the card readers and so forth. And in those cases, we had very simple utilities that managed the operating system. We didn't have any security problems. I mean, our security problem there was somebody maybe stealing
the card decks and taking them somewhere else. We went from those early computers to multi-user computers, which again weren't too much of a problem as far as security was concerned, to time-sharing mainframe computers, where we began to be concerned about users sharing the resources of the computer. And that really was our first major instance of concern with security and computers. And this took place back in the mid-60s. Then when we had the advent of the PCs in the late 70s, early 80s, again we were into an environment where we had a single computer and a single user. Didn't really have to worry much about security again, except for physical type security, making sure somebody didn't steal your floppies or steal the computer. It's only been recently with the networked PCs in the last 15, 20 years where we have again increased our concern about security. Our concern in this chapter is how do we protect all of the objects associated with our computing system? How do we protect the memory of the computer where our programs and our data are stored? How do we protect the shared input and output devices like the disks and the printers? And the serial reusable devices like the printers and the tape drives. How do we protect our programs, the programs that may be shared by more than one user, the subroutines within those programs? How do we protect the networks? And then most importantly, how do we protect the data? There are basically four classifications of security methods that are evidenced in operating systems. The easiest way to implement security in an operating system or in a computer system is with physical separation. Basically separate out the different objects away from the processes that would be running those objects. So you might have a printer set up that will only work for certain programs that you want printed on that particular printer. You might have say a public printer that you don't care what gets printed on that printer. Temporal separation is another relatively easy mechanism to implement, method to implement. And in this particular case, you execute different processes at different times. So you might decide to only execute secure processes at a given time when you're there to police it. A little bit more complicated to implement is logical separation, where the processes appear to be running on their own, when in reality there may be other processes running concurrently. And this has certainly become a concern with time-sharing devices and now with shared PCs. And then finally, the highest level of complexity for securing computing systems from the operating system standpoint is the cryptographic separation, where the processes conceal the data and computations away from prying eyes. ഇവിടെ പറയുന്ന സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് മെത്തേഡ്സ്. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫിസിക്കൽ സെപ്പറേഷൻ ആണ്. ഓരോ യൂസേഴ്സും അവരുപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഓർ സിസ്റ്റംസ് അല്ലെങ്കിൽ പേപ്പേഴ്സ് ഇതെല്ലാം സെപ്പറേറ്റ് യൂണിറ്റുകളാണെങ്കിൽ സെക്യൂരിറ്റി ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് അല്ല. So we can reduce the complexity of implementing system security at the minimum level. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ടെമ്പോറൽ സെപ്പറേഷൻ ആണ്. ഇവിടെ ഓരോ യൂസേഴ്സിനും ഡിഫറെൻറ്റ് ടൈംസിലായിരിക്കും ആക്സസ് കൊടുക്കുക. അഥവാ സെക്യൂരിറ്റി അധികം ഡിമാൻഡ് ചെയ്യുന്ന സിസ്റ്റംസിന് ആക്സസ് ചെയ്യാൻ വേണ്ടി, നമ്മൾ അത്തരത്തിലുള്ള പ്രോസസ്സുകൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു സ്പെസിഫിക് ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ടൈമിൻ്റെ ഉള്ളിൽ ആ സമയത്ത് മാത്രമായിരിക്കും അത്തരം പ്രോസസ്സുകൾക്ക് ആക്സസ് ഉണ്ടാവുക. ആൻഡ് മീൻ ടൈം നമ്മൾ മറ്റുള്ള റിസോഴ്സസ് പ്രോഗ്രാംസ് ഇത്തരം റിസോഴ്സ് ആക്സസിന് റെസ്ട്രിക്റ്റ് ചെയ്യും. സോ ദിസ് ആൾസോ കമ്പാരിറ്റീവ്ലി സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി അറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവൽ. അടുത്ത ലെവൽ എന്ന് പറയുന്നത് ലോജിക്കൽ സെപ്പറേഷൻ ആണ്. ഇവിടെ നമ്മൾ യൂസേഴ്സിനെ സെപ്പറേറ്റ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ലോജിക്കലി നമ്മൾ ഓരോ യൂസേഴ്സിനും അവരവരുടെ പ്രോസസ്സുകൾക്കും അവരവരുടെ റിസോഴ്സ് മാത്രമായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുക്കുക. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് വെൻ കമ്പയർഡ് ടു ഏർലിയർ ടു മെത്തേഡ്സ്.
And the most complex method of implementing system security at the operating system level is cryptographic separation. Each and every different users may use some cryptographic tools for accessing resources. So ഓരോ യൂസേഴ്സും അവരുടേതായിട്ടുള്ള ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റം ഉപയോഗിച്ചിട്ട് മാത്രമായിരിക്കും റിസോഴ്സസിന് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സെക്യൂർ system security implementation, but it is a most complex system security implementation also. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് സിസ്റ്റം സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്യും വേണം, ഒപ്പം തന്നെ ഷെയറിംഗ് പ്രൊവൈഡ് ചെയ്യും വേണം. ഈ രണ്ട് ആസ്പെക്റ്റുകളെയും എങ്ങനെയൊക്കെ നമുക്ക് കമ്പൈൻ ചെയ്യാം. ഹൗ വി ക്യാൻ ഇംപ്ലിമെന്റ് സിസ്റ്റം സെക്യൂരിറ്റി അലോങ് സൈഡ് വി ക്യാൻ ഷെയർ റിസോഴ്സസ്. ഒന്നാമത്തെ സിസ്റ്റം വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഡു നോട്ട് പ്രൊട്ടക്ട് എനിത്തിങ്. ഒന്നും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. സോ എവറിഥിങ് ഈസ് ഓപ്പൺ ടു എവരിബഡി. സോ സിസ്റ്റം സെക്യൂരിറ്റി അവിടെ ഏറ്റവും മിനിമം ആയിരിക്കും. അതേ സമയത്ത് ഷെയറിംഗ് എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമം ആയിരിക്കും. നമ്മുടെ കമ്പ്യൂട്ടർ ലാബിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു മെക്കാനിസം. പ്രത്യേകിച്ചൊന്നും സെക്യൂർ ആക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് ആക്സസ് ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഐസൊലേറ്റ് ഡിഫറെൻറ്റ് പ്രോസസ്സസ്. അതായത് ഓരോ യൂസേഴ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ സിസ്റ്റംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ എൻവയോൺമെന്റിൽ ഉള്ള കാര്യങ്ങൾ മാത്രം അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ബട്ട് ദർ ഈസ് നോ സ്പെസിഫിക് സെക്യൂരിറ്റി. ഇതേപോലെ നമ്മുടെ കോളേജിലത്തെ സിറ്റുവേഷൻ്റെ റിയൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലുള്ള സിസ്റ്റംസ് ഒന്നും നോർമൽ കേസിൽ നമുക്ക് കമ്പ്യൂട്ടർ ലാബിലെ സ്റ്റുഡൻസിൻ്റെ നെറ്റ്വർക്സിനൊന്നും ആക്സസ് ഉണ്ടായിരുന്നു. സോ ഓഫീസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് സെറ്റപ്പ് ആണ്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബിലുള്ള സിസ്റ്റംസ് എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സെറ്റപ്പ്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് യൂസേഴ്സിൻ്റെ റിസോഴ്സസിനെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സിസ്റ്റം സെക്യൂരിറ്റി വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. ദെൻ അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വിൽ ഡിസൈഡ് ഐദർ ടു ഷെയർ എവറിഥിങ് ഓർ ടു ഷെയർ നത്തിങ്. ഒന്നുകിൽ എല്ലാ റിസോഴ്സും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു റിസോഴ്സും ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ സിസ്റ്റം സെക്യൂരിറ്റി ഉണ്ടാവും. പക്ഷേ ഷെയറിംഗ് ഡിപ്പെൻഡിങ് അവർ ഓപ്ഷൻ ഷെയറിംഗ് ഡിഫറെൻറ്റ് ലെവലിലായി. അടുത്തെന്ന് പറയുന്നത് ഷെയർ വയ ആക്സസ് ലിമിറ്റേഷൻസ്. നേരത്തെ പറഞ്ഞ 3 കേസിലും നമുക്ക് സിസ്റ്റം സെക്യൂരിറ്റിക്ക് കാര്യമായിട്ടുള്ള റോളുകളൊന്നുമില്ല. കാരണം അത് ഫിസിക്കലായിട്ടുള്ള സെപ്പറേഷനാണ്. അപ്പോൾ അവിടെ സെക്യൂരിറ്റി മെഷേഴ്സ് നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഷെയർ വയ ആക്സസ് ലിമിറ്റേഷൻസ്. നമ്മൾ ഓരോ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ യൂസേഴ്സിനും ആക്സസ് ലിമിറ്റേഷൻസ് കൊടുക്കും. അപ്പോൾ നമ്മൾ ആ ഒരു നെറ്റ്വർക്കിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പാസ്വേഡ് കൊടുക്കുക, അതേപോലെ ഉള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അടുത്തൊന്ന് ഷെയർ ബൈ കേപ്പബിലിറ്റീസ്. ഒരേ നെറ്റ്വർക്കിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ യൂസർ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ കേപ്പബിലിറ്റീസും ഡിഫറെൻ്റ്. അവിടെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിൽ സ്റ്റുഡൻ്റായിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അവർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ക്ലാസ്സിലെ വീഡിയോസ് കാണാം, നോട്ട്സ് ഉണ്ടെങ്കിൽ അത് കാണാം. അത് ചെയ്ത് കഴിഞ്ഞാൽ അറ്റൻഡൻസ് എത്ര കിട്ടിയിട്ട് നോക്കാം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ അതേ സമയത്ത് ടീച്ചേഴ്സായിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് അവരുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോ ക്ലാസ്സിലും എത്ര സ്റ്റുഡൻസ് ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും അങ്ങനെ കുറച്ചും കൂടെ വൈഡർ പെർമിഷൻസ് അവൈലബിൾ ആണ്. ഇനി അതിൻ്റെയും ഹയർ ലെവലിൽ അഡ്മിൻ അല്ലെങ്കിൽ പ്രിൻസിപ്പലായിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ടീച്ചേഴ്സ് എപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ സ്റ്റുഡൻസ് എപ്പോഴാണ് ഇത് വ്യൂ ചെയ്തിരിക്കുന്നത്, അതേപോലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആ സിസ്റ്റത്തിൻ്റെ വഴി ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ മെക്കാനിസം which is implemented sharing by capabilities. Then limit use of objects. ഇത് അതിൻ്റെയും ഹയർ ലെവലിലാണ്. ഓരോ പർട്ടിക്കുലർ റിസോഴ്സസും ഓരോ പർട്ടിക്കുലർ യൂസേഴ്സിനും എങ്ങനെയൊക്കെ ആക്സസ് ചെയ്യാം എന്നുള്ള നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റം ഷെയറിംഗ്
എനേബിൾ ചെയ്യുക, അതോടൊപ്പം തന്നെ സിസ്റ്റം സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന മെത്തേഡാണ് ലിമിറ്റ് യൂസ് ഓഫ് ഒബ്ജക്റ്റ് ബൈ റൈറ്റ്. ഓരോ യൂസേഴ്സിന് റൈറ്റിനനുസരിച്ച് ഓരോ ഒബ്ജക്റ്റിനും എത്ര കാര്യങ്ങൾ എത്രയൊക്കെ ലെവൽ വരെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ലിമിറ്റ്. So what we want to do is to be able to share resources. I mean, that's the whole goal of being able to use computers by more than one person without compromising security. And there's a variety of levels of this approach of both sharing and implementing some security. Obviously, the easiest thing is not to protect anything. Just let the things go as they are. You might have some physical security where you isolate computers in certain rooms, printers away from other users, but in general you don't have any sophisticated protection scheme. You can isolate different processes. You know, that would be the logical separation we talked about on the previous slide. You can set up a share all or share nothing mechanism, sort of the private versus public. So you might have some private files that are only accessible in a certain fashion versus public files that they're available to everybody. And then you can go one step further and share via some kind of access limitation or granularity, where you identify what they can do with these systems. They can read this file, they can read and write this file, they could read and execute this file, they could just execute this file, and so forth. You can share by capabilities, which is really dynamic creation of that sharing rights. Again, limiting what a person can or cannot, or a user can or cannot do with an object. And then you can have a limited use of an object. You could set up so that somebody could say view an object but not print it, and so forth. So these last three are pretty similar in scope.